ഇവർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആദ്യം ഈ അസോസിയേഷൻ ചുമ്മാ വെറുതെ ഇപ്പൊ വന്നിട്ട് പറയും ഞങ്ങൾ ഇങ്ങനെ ആക്ഷൻ എടുക്കണം, പിന്നെ റിട്ടേൺ കംപ്ലൈന്റ് ചെയ്താലേ ഞങ്ങൾ ആക്ഷൻ എടുക്കും എന്ന്. അവിടെയല്ലേ പൊളിയുന്നത്. ബിക്കോസ് ഒരു വിക്ടിം നമ്മൾ എപ്പോഴും അനോണിമസ് ആയിട്ട് ഇരിക്കാനാണ് നമുക്ക് ഇഷ്ടം. കാരണം നമ്മൾ ഇത് വോയിസ് ചെയ്താക്ക നമ്മൾ ഓൾറെഡി എന്താ പറയാ ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ട് ആക്കും. ഓക്കെ, അപ്പൊ അത് കാരണം കൊണ്ട് ഇവർക്ക് എന്തിനാ നമ്മൾ റിട്ടേൺ പരാതി കൊടുക്കുന്നത്? ദ ഓൺലി തിങ് ഈസ് ലോ ആൻഡ് ഓർഡർ. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഇപ്പോ 8 മാസം ആവുന്നു. ഇതുവരെ ഗവൺമെന്റ് 8 മാസം ആവുന്നു, ഇതുവരെ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. അതിൽ ഫസ്റ്റ് റെക്കമെൻഡേഷൻ തന്നെ ട്രൈബ്യൂണലാണ് എഴുതിയിരിക്കുന്നത്. എന്ത് കാരണം കൊണ്ട് ഞാൻ തൊട്ട് ഞാൻ ഇത് വോയിസ് ചെയ്യുന്നത് ട്രൈബ്യൂണൽക്ക് വേണ്ടിയാണ്. ബിക്കോസ് ഇങ്ങനത്തെ കാര്യം അബ്സല്യൂട്ട്ലി, കാരണം ഈ പോസ്റ്റ് തന്നെ 2 ദിവസത്തിന് മുമ്പ് വിൻസി ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് കാരണം കൊണ്ട് പോലീസ് അത് സോമോട്ടോ ആയിട്ട് കേസ് എടുത്തില്ല? ഓക്കെ, അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ റിപ്പോർട്ടിൽ തന്നെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ കൃത്യമായിട്ട് അവർ ട്രൈബ്യൂണലാണ് ആദ്യം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഗവൺമെന്റ് എന്ത് കാരണം കൊണ്ട് അത് ഇതുവരെ 8 മാസമായി ഇതുവരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ കാരണം എന്താണ്? ബിക്കോസ് ഇങ്ങനത്തെ കേസുകൾ വന്നാക്ക ഈ ട്രൈബ്യൂണൽ പോയാൽ നമുക്ക് അതിൽ നീതി കിട്ടും. ബിക്കോസ് അവിടെ സിനിമയില് ഇല്ലാതെ ആൾക്കാർ ഇരുന്നാലേ ഇത് നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റി പുറത്തു പോവില്ല. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, മീഡിയയിലും അറിയില്ല. അപ്പൊ സീക്രസിയില് ഈ പ്രോബ്ലംസ് അവിടെ വെച്ച് തന്നെ മീഡിയേഷനോ ആർബിട്രേഷനിലോ തന്നെ അത് സോൾവ് ആയി പോകും. ഇപ്പൊ നോക്കൂ, ഇങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലാതെ കാരണം കൊണ്ട് ഇങ്ങനെ മീഡിയ ഇന്റർഫിയറൻസ് വന്നു. ഈ നടൻ തന്നെ ഈ പണിഷ് ചെയ്യപ്പെടുമോ? എനിക്ക് അതിൽ വെരി ഡൗട്ട്ഫുൾ ആണ്. ഓക്കെ, നേരത്തെ വേറൊരു കേസിൽ ഉണ്ടായിരുന്നു. പിന്നെ റീസെന്റ് അവർ പറഞ്ഞു പോലീസ് കൃത്യമായിട്ട് ടെസ്റ്റ് നടത്താതെ എവിഡൻസ് ഇല്ലാതെയാണ് ആ കേസിൽ നിന്ന് ഊരിപ്പോയി. ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത് ഇറ്റ്സ് നോർമൽ ആണ്. ഇതാണ് നടക്കാൻ പോകുന്നു. അത് മാത്രമില്ല, ഇപ്പൊ മീഡിയയിൽ എല്ലാവർക്കും അറിയാം ഹൂസ് ദ ആക്ട്രസ്. ഇപ്പൊ വിൻസിയോടെ കരിയർ തന്നെ ഇപ്പോ വളരെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഐ ഡോണ്ട് തിങ്ക് സോ ഷീ ക്യാൻ ബി ഇൻ ദ ഫീൽഡ് ഫോർ എ ലോങ് ടൈം. ബിക്കോസ് ഇങ്ങനെ ഒരു സംഭവം ഇത് ചെയ്തപ്പോ. അപ്പൊ ഇത് വരാതെ ഇരിക്കാനാണ് ഞാൻ ട്രൈബ്യൂണൽ തൊട്ട് ഞാൻ ട്രൈബ്യൂണൽക്ക് വേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഇത് അനോണിമസ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ഉണ്ട്. ഈക്വൽ ആയിട്ട് നമുക്ക് ജോലി ചെയ്യണം, സേഫ് ആയിട്ട് ജോലി ചെയ്യണമാണ്. അപ്പോ ഇങ്ങനത്തെ ഇന്റർഫിയറൻസ് ഇല്ലാതെ കാരണം കൊണ്ട് നമുക്ക് ജസ്റ്റിസ് അവിടെ കിട്ടും. പക്ഷെ ഇപ്പോ നിലവിൽ അങ്ങനെ സംവിധാനം ഇല്ലാതെ കാരണം കൊണ്ട് നമ്മൾ വിക്ടിംസ് സ്റ്റിൽ വിക്ടിമൈസ് ആയിക്കൊണ്ടേയിരിക്കുക. എന്റെ സമയത്തിലും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഇത് തന്നെ നടക്കുന്നത്. ബിക്കോസ് ഈ ടോപ്പിൽ ഇരിക്കുന്ന അസോസിയേഷനിലെ എല്ലാവരും കണക്റ്റഡ് ടു ദ ടോപ്പ് നോച്ച് പീപ്പിൾ ആണ്. അപ്പൊ അവർ ഒരു ഫോൺ കോൾ ഇവരെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. ജസ്റ്റിസ് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ വിക്ടിമാണ്, നമ്മളാണ് വിക്ടിമൈസ് ആവും. ഇനി നമ്മളുടെ കരിയർ ലോസ് ആവും. ഇത് തന്നെ. സോ വി ഹാവ് ടു ലുക്ക് ഫോർ സം അതർ കരിയർ. ഇത് നടക്കാതെ ഇരിക്കാനാണ് ഞാൻ ട്രൈബ്യൂണൽക്ക് അന്നും ഫൈറ്റ് ചെയ്യുന്നു, ഇപ്പോഴും ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്ലീ ഇപ്പോ ഗവൺമെന്റിന് ഇനിയെങ്കിലും ഈ കേസ് വന്ന ശേഷം ഇപ്പോഴെങ്കിലും ഇറ്റ്സ് എ റൈറ്റ് ടൈം ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ട്രൈബ്യൂണൽ. അതാണ് ഞാൻ ഇപ്പോ നമ്മളുടെ ഗവൺമെന്റിക്ക് ഒരു അപേക്ഷ ഞാൻ പറയുന്നു. കറക്റ്റ്, ഇത് ഇന്ന് നേരത്തെ കൊണ്ട് ഞാൻ കാണുന്നില്ല. ഇത് എന്റെ സമയത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു വിക്ടിമാണ്. ഓക്കെ, അപ്പോ അന്ന് ഞാൻ ഇത് കണ്ട് ഇതെല്ലാം എനിക്ക് പറ്റൂല. എനിക്ക് എവിടെ പോയി പരാതി പറയാൻ എനിക്ക് സംവിധാനമില്ല. അന്ന് എന്താ പറയാ, ഇതും ഉണ്ടായിരുന്നു. ഡ്രഗ്സ് വളരെ കുറവാണ്, പക്ഷേ ഡ്രിങ്ക്സ് ആണ് കൂടുതൽ. ഇഷ്ടം പോലെ ആക്ടേഴ്സ് ഡ്രിങ്ക്സ് കഴിച്ചിട്ടാണ് സെറ്റിലേക്ക് വരുന്നു. ഞാൻ അത് അനുഭവിച്ചതാ. ഓക്കെ, അപ്പോ അത് കാരണം കൊണ്ട് ഞാൻ അവിടെ എനിക്കറിയാം ഇനി ഞാൻ ഇതിൽ നിന്ന എന്റെ കരിയർ നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ അതുപോലെ തന്നെ എനിക്ക് സംഭവിച്ചു. സോ അത് എന്നെ പോലെ എത്ര പേർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും? ദാറ്റ് ഇസ് നോട്ട് ഫെയർ, റൈറ്റ്? അന്ന് നടന്നത് അറ്റ്ലീസ്റ്റ് ഇന്നാவது അത് കേർബ് ചെയ്യേണ്ട സമയമായി. ഇപ്പോ എന്താ പറയാ, ലിക്കർക്ക് പകരം ഇപ്പൊ ഡ്രഗ്സ് ആണ് നിസ്സാരമായിട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഇനിയെങ്കിലും ഗവൺമെന്റിക്ക് ഇതാണ് റൈറ്റ് ടൈം ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ട്രൈബ്യൂണൽ. ഇങ്ങനത്തെ നമ്മൾ വിക്ടിംസ് ഇതുവരെ വിക്ടിം ആവേണ്ട ചാൻസ് ആവശ്യമില്ല. ഇനിയെങ്കിലും ഒരു നല്ല രീതിയിൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടണ്ടേ? എത്ര ലേഡീസോടെ കരിയർ തന്നെ എത്ര പേര് നഷ്ടപ്പെട്ടു നമുക്ക്.
സൂപ്പർ സ്റ്റാർ എപ്പോഴും മെന്നുക്ക് മാത്രം അവർക്ക് എപ്പോഴും ഫുള്ളായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ദേ ക്യാൻ ബി ഇൻ ദ ഇൻഡസ്ട്രി. അതേപോലെ ലേഡീസ്ക്ക് ഇരിക്കണമല്ലോ. എന്ത് കാരണം കൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റൂല? ഇങ്ങനത്തെ ശല്യങ്ങൾ കാരണം കൊണ്ടാണ്. ഇനിയെങ്കിലും നമുക്ക് ഒരു നല്ല സൊല്യൂഷൻ വരുമാണ് ഞാൻ എന്റെ പ്രതീക്ഷ. അതാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് ഇപ്പോ ഈ അസോസിയേഷനില് പറഞ്ഞല്ലോ, ഞാൻ ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നോക്കട്ടെ, ഇനി ഒരു ഫ്യൂ മന്ത്സിൽ തിരിച്ച് ഇവർ കൊണ്ടുവരും. ഈ ഷൈന തന്നെ അവരുടെ പഠനങ്ങളിലെ ഉൾപ്പെടുത്തും. ഇത് അത്ഭുതപ്പെടുത്തും, ഒന്നും കാര്യമില്ല. അല്ലെങ്കിൽ ഈ മലയാളത്തിലില്ലെങ്കിൽ വേറെ ലാംഗ്വേജസിൽ പോവും. സോ ദേ വിൽ നോട്ട് ബി ബാൻ. പക്ഷേ വിക്ടിമൈസ് ആയിട്ട് വരുന്ന ലൈക് വിൻസി പോലെ എന്നെ പോലെ കുറെ പേരുകളുണ്ട്. നമ്മൾ വിക്ടിമൈസ് ആവും, നമ്മൾക്ക് അവസരം കിട്ടൂല. ഇതാണ് ഈ ഇൻഡസ്ട്രിയുടെ സിറ്റുവേഷൻ. സോ ദിസ് അറ്റ്ലീസ്റ്റ് ഇപ്പോ വന്ന സ്ഥിതിക്ക് നമ്മളുടെ ഗവൺമെന്റിക്ക് ഒരു നല്ല പോയിന്റ് ഉണ്ട് ട്രൈബ്യൂണൽ കൊണ്ടുവരാൻ. ഇപ്പോഴും കൊണ്ടുവരുന്നില്ലെങ്കിൽ സംതിങ് റോങ് സംവേ, അത്രയേ ഉള്ളൂ. 100% ഞാൻ ഉറപ്പ് പറയുന്നു, അതാണ് നടക്കാൻ പോകുന്നു. നമ്മളുടെ ഈ ആക്ട്രസ്, കിഡ്നാപ്പ് ചെയ്ത ആക്ട്രസ്ക്ക് എന്താ സ്ഥിതി? എല്ലാവരും സപ്പോർട്ട് ചെയ്തല്ലോ. പിന്നെ ഇപ്പൊ എന്തായി? അവർക്ക് അവസരം കിട്ടിയോ? ഇല്ലല്ലോ. അതേപോലെയാണ് വരാൻ പോകുന്നു വിൻസിക്കും. സോ ഇത് അത്ഭുതപ്പെടുത്തലോ ഒന്നുമില്ല. ദ ഓൺലി സൊല്യൂഷൻ ഇസ് ട്രൈബ്യൂണൽ വന്നാലേ ഇത് അനോണിമസ് ആയിട്ട് നമുക്ക് ഇത് ഡീൽ ചെയ്യാൻ പറ്റും. സ്ട്രിഞ്ചൻ ആയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റും. ഈ എന്താ പറയാ, നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്ന ഇൻഫ്ലുവൻസ് ഇല്ലാതെ നമുക്കൊരു ജസ്റ്റിസ് കിട്ടും. അതാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. ശരിയാണ്, ഉണ്ടല്ലോ, ഞാൻ തന്നെ കണ്ടിട്ടുണ്ടല്ലോ. ഇതെന്താ അത്ഭുതം ഇല്ലല്ലോ. ഇതെല്ലാം ഒരു കണക്ഷൻ ഉണ്ടാനേ. അപ്പോ ഇത് പുറത്ത് പറയാൻ എല്ലാവർക്കും പേടി, ബിക്കോസ് ഇവരെല്ലാം ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ. അത് ഒന്ന്. സെക്കൻഡ് തിങ് ഇസ്, നമ്മൾ പേര് പറഞ്ഞാക്കാൻ നമുക്ക് സിനിമയിലെ അവസരം കിട്ടൂല. ഇതാണ് ഒരുപാട് ആൾക്കാരുടെ പേടിയാണ്. നമ്മളുടെ ഇൻഡസ്ട്രിയുടെ ശാപമാണ് ഞാൻ ഇത് പറയുന്നത്. ബിക്കോസ് ഈ ഇൻഡസ്ട്രി വളരെ ക്ലോസ് നെറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ICCO ഇങ്ങനത്തെ സംവിധാനം വെച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് അതിൽ ഇരിക്കുന്നത് തന്നെ ഈ പെർപെട്രേറ്റേഴ്സ് ആണ്. അപ്പൊ എവിടെയാണ് നമുക്ക് ജസ്റ്റിസ് കിട്ടൂല. സോ ദ ഓൺലി സൊല്യൂഷൻ ഇസ് ട്രൈബ്യൂണൽ. ഇപ്പോ അസോസിയേഷനിൽ ചേർന്ന് പറയുന്നുണ്ടല്ലോ, വളരെ വോയിസ് കൊടുക്കുന്നുണ്ടല്ലോ, നമ്മൾ ബാൻ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യുമെന്ന്. പക്ഷെ ഇത് തന്നെ ഫോർ എക്സാമ്പിൾ ഈ ആക്ടർ തന്നെ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ അഭ്യാസങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ. എത്ര ഇന്റർവ്യൂസിൽ ഭയങ്കര അഹംഭാവമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവർ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? ഇല്ലല്ലോ. ഇവരുടെ പടത്തിൽ അവരെ തന്നെ ഇടുന്നല്ലേ. അപ്പൊ വാട്ട് ഇറ്റ് ഈസ് ഷോയിങ്? ഇറ്റ് ഷോയിങ് ദാറ്റ് we are supporting for the perpetrators. അത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് ട്രൈബ്യൂണൽ ഇസ് ദ ഓൺലി സൊല്യൂഷൻ. നമ്മളെ പോലെ വിൻസിയെ പോലെ ആൾക്കാർ വിൽ ബി വിക്ടിമൈസ്. ഇനി നോക്കിക്കോ, ഒരു 6 months ശേഷം വിൻസിക്ക് ഒരു പടമും ഉണ്ടാവാൻ പോകുന്നില്ല. വര പടങ്ങൾ ചെറിയ റോളായിട്ടാണ് കിട്ടാൻ പോകുന്നത്. ദാറ്റ്സ് ഓൾ.